ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നമുക്ക് ഒരുപാട് ടിപ്സൊക്കെ തരുമല്ലേ, ഈ ഫുഡൊക്കെ കഴിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതൊക്കെ കുട്ടിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വളരെ നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലേ. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി പ്രഗ്നൻസി പീരീഡ് എൻജോയ് ചെയ്യാനായിട്ടും സാധിക്കും. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ചെക്കപ്പ് ആണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടിട്ട് നമ്മളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ ഒരു ചെക്കപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകണമെന്നോ യാതൊരു ആവശ്യവും ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊതുവെ പെൺകുട്ടികൾ ഏജ് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ തന്നെ ഇതുപോലൊരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. യൂട്രസും ഓവറോൾ ഹെൽത്തും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു 5 ഇയേഴ്സ് കൂടുമ്പോൾ ഇതുപോലത്തെ ചെക്കപ്സ് ചെയ്യുന്നത് PCOD പോലത്തെ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഡോക്ടറെ ചെന്ന് കാണുന്നത് കൊണ്ട് വെറുതെ ജനറൽ ചെക്കപ്സ് മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആ ഡോക്ടറെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുകയാണെന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കുറേ വിറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കും. അതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ആണ്. ഫോളിക് ആസിഡ് എത്രയാണ് കഴിക്കേണ്ടത്, നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളതനുസരിച്ചിട്ട് ആ ഒരു ഡോസേജും പറയും, ആ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത് തന്നെ പ്രഗ്നൻ്റ് ആയതിൻ്റെ 1 മാസത്തിന് ശേഷമാണ്. അപ്പോഴത്തേക്കും കുട്ടിയുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ ഒരുവിധം ആദ്യത്തെ ഇനിഷ്യൽ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഫോളിക് ആസിഡും ചില വിറ്റമിൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ മുന്നേ തന്നെ കഴിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാനും ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് മുന്നേ തന്നെ ഒരു ഡോക്ടറെ ചെന്ന് കാണണം എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ ട്രാക്ക് ചെയ്യുക. ചിലർക്ക് നാച്ചുറലായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആവും. നമ്മൾ ഒന്നും തന്നെ അറിയേണ്ട, 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പ്രഗ്നൻ്റ് ആണെന്നുള്ള ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, അതുപോലെയൊക്കെ അറിയാനായിട്ട് പറ്റും. പക്ഷെ ചിലരങ്ങനെയല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഈ ഓവുലേഷനൊക്കെ ട്രാക്ക് ചെയ്യാം, എന്നിട്ട് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കുറച്ചുകൂടെയൊക്കെ അത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ ഓവുലേഷൻ എന്താണെന്നുള്ളതും ഓവുലേഷൻ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ഒരു 28 to 35 ഡേയ്സിനുള്ളിലാണോ എന്നുള്ളതും ഒക്കെ ആ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അതിനുള്ള ആപ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ആപ്സിനുള്ളിൽ തന്നെ ഓരോ പീരീഡ് ഡേറ്റ് നമ്മളിങ്ങനെ നോട്ട് ചെയ്തിടുകയാണെങ്കിൽ അടുത്ത എപ്പോഴാണ് ഓവുലേഷൻ ആകുന്നതെന്നുള്ള ഒരു പ്രെഡിക്റ്റഡ് ഡേറ്റ് അതിനുള്ളിൽ തരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് തരും. സോ ആ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് ഒക്കെ ഒരുവിധം മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ആ ഡേറ്റ് മനസ്സിൽ വെച്ചിട്ട് പ്രഗ്നൻസിക്കായിട്ട് പ്ലാൻ ചെയ്യാം. ഇനി പലരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ചില ബാഡ് ഹാബിറ്റ്സ്. എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്ക് ഉണ്ടാകാം. ആൽക്കഹോളിസം അതുപോലെ സ്മോക്കിംഗ്, ഈ 2 ഹാബിറ്റും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് കേട്ട ഉടനെ നിങ്ങൾ വിചാരിക്കും, സ്ത്രീകൾ അത്രയ്ക്കും ആൽക്കഹോൾ യൂസ് ചെയ്യുകയോ സ്മോക്ക് ചെയ്യുകയോ ചെയ്യാറില്ലല്ലോ എന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകളെ കുറിച്ചിട്ട് മാത്രമല്ല, ഹസ്ബൻഡും സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ആ സ്പേമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏകദേശം 1 ഇയർ മുന്നേ തന്നെ ഇതൊക്കെ ക്വിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനും അതാണ് നല്ലത്. നിങ്ങൾ ലൈഫ് ലോങ് ഇത് രണ്ടും യൂസ് ചെയ്യാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഫ്യൂച്ചറിന് അത് നല്ലതാണ്. നിങ്ങളൊരു ഗുഡ് എക്സാമ്പിൾ ആവുകയും ചെയ്യും. ഇനി ഈ സ്ത്രീയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആൽക്കഹോളും സ്മോക്കിങ്ങും ആ കുട്ടിയെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. കുട്ടിക്ക് പല ബർത്ത് ഡിഫക്ട്സും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യണം. ഇനി പ്രധാനമായിട്ട് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കൺസീവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ട് ഒരു 3-4 മാസം അത് സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ട്രെസ്സ് വരും. അയ്യോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറെ പോയി കാണണോ, ആ മരുന്ന് കഴിക്കണോ, ഈ മരുന്ന് കഴിക്കണോ. പിന്നെ ഇതൊന്നും പോരാണ്ട് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ കുറേ പറയും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കൂടി ഈ അമ്മയാകാൻ ശ്രമിക്കുന്ന ആൾക്ക് സ്ട്രെസ് ഉണ്ടാകും. സ്ട്രെസ്സ് കാരണം തന്നെ ചിലപ്പോൾ ഇംപ്ലാന്റേഷനൊക്കെ നടന്നില്ല എന്ന് വരാം, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൽ പ്രശ്നങ്ങൾ വരാം. സോ ഒരിക്കലും സ്ട്രെസ്സ് ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ പാടില്ല.
പറയില്ല. മാക്സിമം സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള വർക്ക് സ്ട്രെസ്സ്, പിന്നെ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ സ്ട്രെസ്സ് വരുന്നത് പല രീതിക്ക് വരാമല്ലോ. ഇതൊക്കെ തന്നെ ഒരുവിധം ഈ ഒരു പീരീഡിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിലും സ്ട്രെസ്സ് കുറച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. ഒരുപാട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും എങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് വന്നതൊരു പ്രത്യേകതരം സ്ട്രെസ്സാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം ഞാൻ പഠിക്കുമായിരുന്നു. 5ാമത്തെ കൊല്ലത്തിലാണ് പ്രഗ്നൻസിക്കായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. ഈ 5ാമത്തെ കൊല്ലം വളരെ ഹാപ്പി ആയിട്ട് യാതൊരുവിധ പ്രശ്നമില്ലാതെ പഠിത്തം കഴിഞ്ഞ് 3ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയി. പക്ഷേ എന്നെ കാണുന്നവർ, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നവർ പലരും ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രഗ്നൻ്റ് ആയതാണോ എന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ തന്നെ വെറുതെ എങ്കിലും എന്നെ കൂടെ നിർത്തിയിട്ട് 5 കൊല്ലം കഴിഞ്ഞാട്ടോ പ്രഗ്നൻ്റ് ആയത് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ഒബ്വിയസ്ലി വിചാരിക്കും എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് പ്രഗ്നൻ്റ് ആയത് എന്ന് വിചാരിക്കും. ഇതെനിക്ക് വല്ലാത്ത സ്ട്രെസ്സ് തരുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രഗ്നൻ്റ് ആവുന്ന ഒരു തെറ്റായ കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇതൊരു തരത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇത് പറയുമായിരുന്നു. ഓരോ ആൾക്കാരോട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ മാക്സിമം ഡിസ്ട്രാക്റ്റഡ് ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങളുടെ സ്ട്രെസ് എന്താണോ അത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇനി നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമാണ്. അപ്പം ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഡോക്ടർ നമ്മുടെ വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, വെയിറ്റ് കുറച്ച് കൂടുതലാണ്, ഇത് കുറച്ച് കുറച്ചാൽ പ്രഗ്നൻസിയും ഈസി ആയിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസി ഡെലിവറിക്കൊക്കെ ശേഷം വെയിറ്റ് കൂടുമല്ലോ, അപ്പോൾ അത് കാരണം കാലുവേദനയോ മറ്റ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസൊക്കെ അവോയ്ഡ് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡയറ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 കിലോ ഒക്കെ കുറച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഡോക്ടറോട് ഒരു ഗൈഡൻസ് ചോദിക്കണം. അല്ലാതെ നമ്മൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അതല്ല നമുക്ക് ഡയറ്റിൽ ചേഞ്ചസ് എന്തൊക്കെ വരുത്തണം, നല്ലൊരു പ്രഗ്നൻസിക്കായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്നുള്ളത് ആ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഇനി പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം ഫാമിലി ഹിസ്റ്ററിയാണ്. നിങ്ങളുടെ, അതായത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫാമിലിയിൽ അടുത്ത മെമ്പേഴ്സിലൊക്കെ എന്തെങ്കിലും ജെനറ്റിക് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അവർ ജനിച്ച സമയത്തോ അല്ലെങ്കിൽ ആ ഗ്രോയിങ് പീരീഡിലോ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ഇത് അറിയിക്കണം. ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് ആ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ ഗൈഡ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആ ഒരു പീരീഡ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പേടി ഉണ്ടാവും, അയ്യോ എൻ്റെ കുട്ടിക്ക് ഇനി ആ പ്രശ്നം ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ ഡോക്ടറോട് ഓപ്പണായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സ്കാനിങ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാനുള്ള ടെക്നോളജീസ് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഡെലിവറി മുതൽ അല്ലെങ്കിൽ പ്രഗ്നൻസി മുതൽ തന്നെയുള്ള പീരീഡ് നമ്മൾ കുറച്ച് വീക്കായിരിക്കുമല്ലോ. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് എല്ലാത്തിനും ഒരു ഹെൽപ്പ് വേണം. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടി നമ്മളെ അധികം ഹേർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മളെ മൂഡ് സ്വിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ അപ്പം തന്നെ നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൂടെ നിർത്തുക. അത് ആര് വേണേലും ആവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡായിരുന്നു എൻ്റെ സപ്പോർട്ട് സിസ്റ്റം. എൻ്റെ മൂഡ് സ്വിങ്സ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പോലും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിന് ആ സമയത്ത് അറിയായിരുന്നു, ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആരാണോ അവരെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ കൂടെ നിർത്തുക. അതുപോലെ തന്നെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ആ ടൈമിൽ ഫേസ് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ അപ്പം നിങ്ങളുടെ കൂടെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോടൊക്കെ സംസാരിക്കുക, അവരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മെൻ്റൽ സപ്പോർട്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി വരുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. കുട്ടിയുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കുക. കാര്യം കുട്ടിയുടെ നീഡ്സ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ഡെലിവറിയോട് കൂടി നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതിനൊക്കെയുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതി വയ്ക്കണം. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്
നോക്കണം. അതായത് നമ്മുടെ പ്രഗ്നൻസി അതിനകത്ത് ഇൻക്ലൂഡ് ആവുമോ, അതിനായിട്ട് ഏതൊക്കെ ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം. ചില ഇൻഷുറൻസിനൊക്കെ ചില സ്പെസിഫിക് ഹോസ്പിറ്റൽസിൽ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ ഹോസ്പിറ്റലാണെന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്ത് മുന്നേ തന്നെ വെക്കണം. ആ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം മുതലേ ഉള്ള ചെക്കപ്പിന് പോകാനായിട്ട് ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. ഇത് ക്ലെയിം ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഡിഫറൻസസ് ആ ഇൻഷുറൻസിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്ത് റെഡിയാക്കി വെക്കണം. നമ്മൾ ഈ ഡെലിവറി വരെയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അത്തരം കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും കുട്ടിയുടെ ഹെൽത്തിനും ഒക്കെ തന്നെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.